ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ISSുമായിട്ട് ചേർന്ന് ഒരു ഓപ്പറേഷൻ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? എന്താ അങ്ങനെയുള്ള ഒരാൾ, UP സ്വദേശിയായിട്ടുള്ള ഒരാൾ അറസ്റ്റായിട്ടുണ്ട്. വേഗം വന്നിട്ട് ഇത് മറ്റവനല്ലേ എന്ന് ചോദിക്കണ്ട, മറ്റവനല്ല, ഹിന്ദുവാണ്, UPക്കാരനാണ്. ISSുമായിട്ടായിരുന്നു പരിപാടി. നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ യുദ്ധക്കപ്പലിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുകയാണ് പുള്ളിക്കാരൻ്റെ ഹോബി എന്ന് പറയുന്നത്. പണത്തിന് വേണ്ടി, മണി, ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പല ആളുകളും രാജ്യദ്രോഹികളായിട്ട് മാറുന്നത്. പണം എന്ന് പറയുന്ന വലിയ വിഷമുണ്ടല്ലോ, അത് മനുഷ്യനെ പല തരത്തിലോട്ടും കൊണ്ടുപോകും. കൊലപാതകയാക്കും, മോഷണക്കാരനാക്കും, രാജ്യദ്രോഹിയാക്കും. ഇങ്ങനെ പല രീതിയിലും നമ്മളാക്കാൻ പറ്റും ഈ പണത്തിനെ കൊണ്ട്. എന്നാൽ ആ പണം കൊണ്ട് നല്ലത് ചെയ്യാനും സാധിക്കും. ഇവനെപ്പോലുള്ള ആളുകൾ രാജ്യദ്രോഹികളെന്ന് പറയുമ്പോൾ പല ആളുകളും നേരെ മുസ്ലിങ്ങളുടെ പേര് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുക. ഈ കാര്യത്തിൽ മുസ്ലിം ഹിന്ദു എന്നൊന്നുമില്ല. അവനവനെന്തിനും നക്കാപ്പിച്ച കിട്ടുമ്പോൾ അതിനു വേണ്ടി പണിയെടുക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവരൊന്നും രാജ്യത്തെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ട് രാജ്യത്തിന് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ. ഒരു പക്ഷേ കൂടുതൽ പൈസ കൈ കിട്ടുമ്പോൾ നീ ഒരു കാര്യം, അതിൻ്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് അയച്ചോണ്ടാന്ന് പറയുമ്പോൾ അയച്ചു കൊടുക്കുന്നതായിരിക്കാം, പക്ഷെ അത് രാജ്യദ്രോഹമാണ്. ഇങ്ങനെ ഒരുപാടെണ്ണത്തിനെ ദിനംപ്രതി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ രാജ്യദ്രോഹികളായിട്ട് ചിലപ്പോഴും പലപ്പോഴും പറയുന്നത് മുസ്ലിങ്ങളുടെ പേരാണ്. ഇവർ മുസ്ലിങ്ങളാണോ? അല്ല, ഹിന്ദുവാണ്. പക്ഷെ എന്താ കാര്യം? രാജ്യദ്രോഹിയല്ലേ. പക്ഷെ ഇതിലാകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ രാജ്യദ്രോഹിക്കെതിരെ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഇവന് രാജ്യദ്രോഹിയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ. മറ്റുള്ളവരാകുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇതിൽ ആകെയുള്ളൊരു മാറ്റം. രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവൻ ആരോ അവൻ രാജ്യദ്രോഹി തന്നെയാണ്. അതിൽ ഇസ്ലാമാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആജീവനാന്തം തുറങ്കിലടക്കുക എന്നുള്ളത് തന്നെയാണ് ഇവനൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. തൂക്കിക്കൊല്ലും പിടിച്ചു കൊല്ലും ചെയ്യരുത്, ആജീവനാന്തം ജയിലിൽ കിടക്കുക. പണം എന്ന് പറയുന്ന സാധനം കുന്നുകൂടും ചില വഴിവിട്ട ബന്ധങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ. പക്ഷെ അതിന് വളരെ അധികം ദൂരമൊന്നും പോകാൻ പറ്റില്ല. അതിനൊരു ലക്ഷ്മണ രേഖയുണ്ട്. ആ വരയുടെ അവിടെ എത്തുമ്പോൾ നിന്നേ പറ്റൂ. നമ്മുടെ ഇൻ്റലിജൻസൊക്കെ ഭയങ്കര ശക്തമാണ്. ഈ പറയുന്ന കളികളൊന്നും നടക്കില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരുത്തന്മാർ ഇതേപോലെ ഏതെങ്കിലും രീതിയിൽ വല്ല വെബ്സൈറ്റിൽ നിന്നോ വല്ല മെയിൽ വഴിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇന്നമാതിരി നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തരാം, അത്ര ഡോളർ തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അത് വേറെ ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, പോലീസിലോ അല്ലെങ്കിൽ NIAക്കോ. അത് ഏറ്റെടുത്തിട്ട് അവർ പൈസയൊക്കെ തരും. തന്തയ്ക്ക് പറഞ്ഞവന്മാരാണ്, കാശൊക്കെ തരും. അത് സംശയമില്ല, വാക്കൊക്കെ പറഞ്ഞ വാക്കാ. നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് കൊടുക്കും, കാര്യങ്ങളും ചെയ്യും, നിങ്ങൾ ആ പേയ്മെൻറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കും. പക്ഷേ അത് തിന്നാൻ പറ്റില്ല. അത് തിന്നണതിന് മുമ്പ് നിങ്ങൾ ലോക്കാവും. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ അത് അപ്പാടങ്ങ് മാറ്റിക്കോ. കാരണം അത് വെച്ച് നിങ്ങൾക്ക് ഉണ്ണാൻ പറ്റൂല, എന്തായാലും പിടിക്കപ്പെടും. അപ്പോൾ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ കൂട്ടി കൊടുക്കുന്ന തുല്യ. അത് മനസ്സിലായിക്കോ ആദ്യം. നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നീ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നത്. അതിന് തുല്യമായിട്ടുള്ളൊരു പദം എന്ന് പറയുന്നത് നിൻ്റെ അമ്മയെ നീ ജീവിക്കാൻ വേണ്ടി ഒരാൾക്ക് കൂട്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കൂട്ടി കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും രാജ്യത്തെ ദ്രോഹിക്കാതിരിക്കുക. രാഷ്ട്രീയങ്ങളും പലതും നമുക്ക് മാറി മാറി വരും. പല രീതിയിൽ നമുക്ക് ശത്രുതയുണ്ടാവാം, മിത്രങ്ങളുണ്ടാവാം. പക്ഷേ ഒരിക്കലും സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് വിട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത്. ഒരുത്തനായിട്ടും കോംപ്രമൈസ് ചെയ്യരുത്. ഒരുത്തിനു വേണ്ടി ഒരു പണിയെടുത്ത് കൊടുക്കരുത്. ഈ ഒരു കാലഘട്ടത്തിൽ പണം അത്യാവശ്യമാണ്. നമുക്കൊക്കെ അറിയാം, ആഡംബര ജീവിതങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. അതുപോലെയൊക്കെ ആവണമെന്ന ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവാം. അതിലോട്ടെത്തുന്ന എളുപ്പവഴികൾ ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആവാം. പക്ഷെ അതിലോട്ട് നമ്മൾ എത്തുന്നില്ലെന്നേ. അതിനെത്താൻ പറ്റൂല. അതിനു മുമ്പ് ലോക്ക് വീണിരിക്കും. പിന്നീടുള്ള ശിഷ്ടകാലം നമ്മളെവിടെയാണ്? ജയിലിലാണ്. ആ ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ ഈ ടിക്ടോക്ക് കാണാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം കാണാനോ ഫേസ്ബുക്ക് കാണാനൊന്നും പറ്റില്ല. അഴികൾ മാത്രം. തുറന്നു വിട്ട കോഴികളെ തുറന്നു വിടുന്ന പോലെ ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് റൗണ്ട് കുറ്റാം. അത് കഴിഞ്ഞ് കൂട്ടത്തിൻ്റെ കാരണം അവർ തരുന്ന ഭക്ഷണം അത് കഴിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാലം കഴിച്ച് കളയാം. സോ തെറ്റിലോട്ട് പോവാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാജ്യദ്രോഹി എന്ന് പറയുമ്പോൾ നേരെ മുസ്ലിങ്ങളെ മണ്ടപ്പുറത്തോട്ട് ഇടണ്ട. എല്ലാ ടീമിലും ഇതൊക്കെ ഉണ്ട്. ഇവനാണ് വില്ലൻ. ഇവനുണ്ടെങ്കിൽ യവനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട്
സൂക്ഷിക്കുക. സ്വയം സൂക്ഷിച്ചാൽ അവനവന് നന്നു. വേറെ തെറ്റിലോട്ടൊന്നും പോയി ചാടേണ്ട കുട്ടികളെ. ഞാൻ ഉള്ള കാര്യം പറയാം, പണമൊക്കെ നമുക്ക് ആവശ്യമാണ്. വേറെ തെറ്റിലോട്ടൊന്നും പോയി ദയവ് ചെയ്ത് ചാടരുത്. അതൊക്കെ നമുക്ക് നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റായിട്ടുള്ള ചിന്തയാണ്. ഒരിക്കലും നിലനിൽക്കില്ല, ഒരിക്കലും. ആ പണം കിട്ടിയിട്ട് നമ്മളതിൽ എൻജോയ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നുപോലും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലോക്കായി. അപ്പോൾ ചിന്തകൾ മാറ്റുക, ചിന്താഗതി മാറ്റുക, തെറ്റിദ്ധാരണകൾ മാറ്റുക. രാജ്യദ്രോഹി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടരെ മാത്രം ഉന്നം വയ്ക്കുന്നത് നിർത്തുക. എല്ലാവരും ഇതിൽ പെടും. അതാദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. താങ്ക് യു.